തീയതികളിൽ നടക്കുന്ന വഴിയോര കച്ചവട തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും രാപ്പകൽ ധർമ്മയുടെയും മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ഫെബ്രുവരി 19, 20 തീയതികളിൽ നടക്കുന്ന വഴിയോര കച്ചവട തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും രാപ്പകൽ ധർണയുടെയും മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. മഞ്ചേശ്വരം ഹോസങ്കടിയിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. D കമലാക്ഷ അധ്യക്ഷനായി. പ്രശാന്ത് കനില സ്വാഗതം പറഞ്ഞു. ഹൊസങ്കടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കുമ്പള, കാസർഗോഡ്, പാലക്കുന്ന്, പള്ളിക്കര, പെരിയ, ചെറുവത്തൂർ, നീലേശ്വരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. സമാപന ചടങ്ങ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രക്ഷോഭങ്ങളുടെ കാരണം വെച്ചാൽ എല്ലാ തൊഴിൽ മേഖലയെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വല്ലാത്ത നിലയിലേക്കുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ട് പോകുന്നു. തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. രാജ്യത്തെ ഗവൺമെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും സമ്പന്നന്മാർക്കും വേണ്ടി, വൻകിടക്കാർക്കും വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ കേന്ദ്രമായി ദൗർഭാഗ്യവശാൽ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രം ഇന്ത്യയുടെ പാർലമെന്റ് ഉൾപ്പെടെ മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ്. KV രാഘവൻ അധ്യക്ഷനായി. കാറ്റാടി കുമാരൻ, ജാഥ ലീഡർ MR ദിനേശൻ, ജാഥ മാനേജർ ഇബ്രാഹിം, A നാരായണൻ എന്നിവർ സംസാരിച്ചു. P നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.